അതെ, രണ്ടുപേരുടെയും ടീക്കുട്ടിയുടെയും അദ്ദിക്കുട്ടിന്റെയും ഫസ്റ്റ് ഡേ ബാഗ് പാക്കിംഗ് വീഡിയോ കണ്ടാലോ? അപ്പൊ ആദ്യം നമുക്ക് ടീയുടെ ട്യൂഷൻ റൂമിൽ പോവാം. സ്റ്റേഷനറി റൂം മൊത്തം അലങ്കോലമായി കിടക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ സ്റ്റേഷനറി റൂം, അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം കാണിക്കുന്ന റൂമാണല്ലേ ടീയ? അപ്ഡേറ്റഡ് ആണ്. അപ്പം ഇതാണ് ടീക്കുട്ടിയുടെ സ്കൂൾ ബാഗ്. ജീനി നല്ലതാ. എത്ര പേര് ജീനി യൂസ് ചെയ്യുന്നുണ്ട്? കൊറേ ടാഗ് ഉണ്ട്. അപ്പൊ ഇതാണ് ടീക്കുട്ടിയുടെ ബാഗ്. നമുക്ക് താഴെ പോയിട്ട് അദ്ദിക്കുട്ടന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നു. അല്ലടാ, അങ്ങനെ പറയരുതടാ ടിയ. ഇനി കുറച്ച് ഏടെ കാലം നിങ്ങൾക്ക് ലാപ്പൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കണ്ടേ? ഓക്കെ, ബുക്സ് താഴെയല്ലേ? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് ബുക്സിന് നെയിം സ്ലിപ്പ് ഒക്കെ ചെയ്യാം. ബാഗ് പൗച്ച് ചെയ്യാം. അപ്പൊ ഇപ്രാവശ്യം ടീക്കുട്ടി ഇതെന്താ കയ്യിൽ ടിയ? ഇതാണോ പൗച്ച്? ഗൈസ്, എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. ഇത് ട്രാൻസ്പാരന്റ്, ഇതിൽ നമുക്ക് മൊത്തം ഇങ്ക. എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഇത് മലേഷ്യ കേട്ടോ. ഇത് 40 റുപ്പീസ്. അത് എല്ലാത്തിനും 40 റുപ്പീസ് ആണ്. ഇത് എജുമാട്ടിന്ന് വാങ്ങിയതാ. സ്റ്റിക്കർ ഒക്കെ ആഡ് ചെയ്തിട്ട്. അയ്യോ, ഇത് നോർമലാടാ. അയ്യോ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ? നോർമൽ ഇതെടുക്കടാ, ഇത് നന്നായിട്ടുണ്ടടാ. എന്തൊക്കെ എടുത്ത ആളാ. നടരാജന്റെ ടീയ ഇതെടുക്കടാ, ഇത് നന്നായിട്ടുണ്ട്. ശരി, ഓക്കെ, അവരുടെ ഇഷ്ടം. ഈ സ്കെയിലടക്കം ഒരു സ്ട്രോബെറി. ഇതാ നിന്റെ കയ്യിലെല്ലാം കൺമഷിയാട്ടോ. നോക്ക് നമ്മുടെ ഗൈസ്, ടീയുടെ റൂമിൽ കയറിയത് നോക്കി. നിമിഷയുടെ കയ്യിലടക്കം പലതും എന്താ പറയാ, എന്താ ഇങ്കായിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല കേട്ടോ ഇവള് എന്നെ ഈ റൂമിലോട്ട് കടത്താത്തത്. മതി ടീയ, എവിടെയെങ്കിലും കൈവച്ച് അവിടെ ഇങ്കാവും കേട്ടോ. അതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിമിഷാന്റെ ഈ റൂം ഒന്നും ചെയ്യാത്തത്. കാരണം ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പ്രശ്ന. മതിയുടെ പൊന്നാ. ഓക്കെ, അത് പോയി ചത്തുപോയി. ഇനി കഴിയാൻ പറ്റില്ല. മതിയടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെല്ലാം സെറ്റാക്കി ഗൈസ്. താഴെ ഇട്ടു. നമുക്ക് താഴെ പോവാം. ഇനി അദ്വിക്ക് അവിടെ വെയിറ്റിംഗാ. ഓക്കെ, ഫൈൻ, വാ. ആകെ യൂസ് ചെയ്യും, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ സംഭവങ്ങളാട്ടോ. ഇതിൽ കട്ടറും ഉണ്ടാവും, ഇവിടെ റബ്ബറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെടുത്തോ. ഇതും ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്ന് ബ്ലൂ ആട്ടോ എടുക്കുന്നേ. ടീക്കുട്ടിയുടെ മുടി വെട്ടിട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ടീക്കുട്ടിയുടെ സംഭവങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇനി വല്ലതും എടുക്കുന്നുണ്ടോ മുന്ന ടിയ? ബുക്സ് എല്ലാം, നോട്ട് ബുക്സ് എല്ലാം മറ്റേ നെയിം സ്ലിപ്പ് ഒട്ടിക്കും. ഓടി വരും. അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ബുക്സ് ഇതുവരെ ബൈൻഡേ ചെയ്തിട്ടുള്ളൂ. ഇവരെ കൊണ്ട് ബൈൻഡ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഓരോരുത്തരെ ഒറ്റയ്ക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. കണ്ടോ എന്തൊക്കെ. ഇറ്റ്സ് ഓക്കെ, പേടിക്കണ്ട, മമ്മ തല്ലില്ല കേട്ടോ. ട്വിസ്റ്റ് സൈഡ് നോക്കണേ. ഒരു മിനിറ്റ്, ഇത് നോക്കട്ടെ. അടിപൊളി ടീയ, ഒന്ന് ഓപ്പൺ ചെയ്യൂ. അപ്പൊ ഞങ്ങളത് സോൾവ് ആക്കിട്ടോ. ഓക്കെ, ഇങ്ങനെ ഇടാ ദിസ് വേ. ഓക്കെ. അപ്പൊ അതിൽ കൂടെ ഒട്ടിച്ചൊട്ടിച്ച് മുകളിലോട്ട് വെച്ചോളൂ. അത് ഓപ്പോസിറ്റ് ആവന്ന. മാക്സ് ഇങ്ങനെ ദിസ് വേ. ഓക്കെ, വേഗം. നീ അതിന്റെ കൂടെ തന്നെ. ഓക്കെ. അപ്പൊ അദ്ദിക്കുട്ടൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്തോളൂ. സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ. കറക്റ്റ്. ഉൾട്ട ഇങ്ങനെ. എന്താ നമ്മുടെ ബുക്കല്ല കേട്ടോ. ഇത് ഞാൻ സോറി കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാ മമ്മ കാണിക്കണേ. ഓക്കെ, എടുത്തു വെച്ചോ. ഓക്കെ, ശരി, പോട്ടെ തങ്കം. ഓക്കെ, ഉൾട്ട സ്പീഡിൽ ചെയ്തോ. അവരവർ ചെയ്യുന്ന കുറച്ച് പണി. സാധാരണ ഇതൊക്കെ ഞാനാണ് ചെയ്തു കൊടുക്കുക. പക്ഷെ ഇപ്രാവശ്യം അദ്ദിക്കുട്ടനാണ് കേട്ടോ അപ്പൊ എല്ലാം ചെയ്യുന്നത്. ഒയ്യോടാ കുഞ്ഞേ, കാണുന്നില്ലടാ ചക്കരെ. കുറച്ച് ബിഗ് ആക്ക. വീണ്ടും ഇവിടെ ചീറ്റി പോയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ ആണോ? ഒന്നോ രണ്ടോ പോയാലും പ്രശ്നമില്ല ചിക്കു, നോ പ്രോബ്ലം കേട്ടോ. അതൊരു പ്രശ്നമില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പലതും തെറ്റ് സംഭവിക്കും, കീറും, ഒരു കുഴപ്പമില്ല കേട്ടോ. യെസ്, അവൻ ആദ്യമായിട്ട് ചെയ്യല്ലേ, കുഞ്ഞല്ലേ. സാരില്ല. ഓക്കെ, പൊളിക്കടാ നീ. ഗുഡ്. ഒരാളും നോക്കില്ല. ഓക്കെടാ, നീ പുലി. ചിക്കു പാട്ടൊന്ന് പാട്. കാനൽ. ഒന്ന് എല്ലാവരും ചോദിക്കണു. ഓക്കെ.
കാനലാകുമോ കാരികെ കരവ് ദാഹം തീരുമോ കോടയിൽ നിലവ് തുളവിലെ വെളിച്ചം തനിമയിൽ ഒരുകും വെളിച്ചം കനവുതായിട്ടും കനവിലും നെഞ്ച് നെഞ്ച് ദിനം അച്ഛൻ ഏകദൂരം പാട വേണ്ടും മേനി സാരൽ വേണ്ടും കാളിദാസൻ കാണ വേണ്ടും വാനവേൽ വരുവാകെ വേണ്ടും. ഗുഡ് ജോബ്. അപ്പോൾ നിമിഷൻ്റെ കുറച്ച് വീഡിയോ പോസ് ചെയ്ത് വെച്ചതാ. ഇല്ല തൊട്ടിട്ടില്ലടാ പൊന്ന. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അദ്ദിക്കുട്ടൻ എല്ലാ ബുക്സ് എടുത്ത് നമ്മൾ ബാഗിൽ വെക്കുന്നു. അദ്ദിക്കുട്ടൻ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഒരു റബ്ബറാട്ടോ. പിന്നെ ഇത് രണ്ടും റബ്ബറാണ്. ഇത് കൊണ്ടുപോകുന്നതിൻ്റെ പേർപ്പസ് എനിക്ക് കളിക്കാനാണോ എന്നൊരു സംശയമുണ്ട്. അത് ഞാൻ കൊടുത്തു വിടാൻ ചാൻസ് കുറവാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ നിമിഷാൻ്റെ അറിയുന്നവർക്ക് അറിയാം. ഞാൻ നിമിഷാൻ്റെ ഒരു 3 years ആയിട്ടോ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഉണ്ട്. ഈ ക്യൂബ് തന്നെ ആട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇതിങ്ങനെ കൊടുക്കില്ല. ഇതെനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ. വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് പെന്ന്. എടാ നീ എന്താ പെണ്ണെടുത്തിട്ടില്ല? അയ്യോ പെണ്ണുണ്ടാ എഴുതണ. അത് മാത്രല്ല ഗൈസ്, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാട്ടോ. ഫസ്റ്റ് ഡേ അദ്ദിക്കുട്ടൻ പാന്റ് ആണ് ഇടുന്നത്. തരില്ല, എനിക്കിഷ്ടല്ല, ഡാഡിക്ക് ഇഷ്ടല്ല. കുഴപ്പമൊന്നുമില്ല, അത് വേണ്ട പാന്റ് ഇടില്ല. മമ്മ ജീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മമ്മ ഇപ്പൊ കുണ്ടുപണിയായപ്പോ ജീൻസ് ഇടാൻ പറ്റില്ല. നീ ബേബി അല്ലേ, അപ്പൊ പിന്നെ ജീൻസ് ഒന്നും വേണ്ട. ബേബി ജീൻസ് ഇട്ടോട്ടെ. നമ്മൾ അദ്ദിക്കുട്ടനൊന്നും വേണ്ട. നോട്ടെല്ലാം ഒരു ഭാഗത്ത് വെക്കും. എല്ലാ ടെക്സ്റ്റും ഇല്ലേ? എല്ലാം ഉണ്ട്. നോട്ട് ബുക്സ് ഒക്കെ ഒന്നിൽ വെക്കും ഗൈസ്. അങ്ങനെ 2 മാസം. സോ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ബാഗിൽ വെക്കണം. പക്ഷേ ടീയുടെ എഴുതിയതൊന്നും ഇതായിട്ടില്ല, ഉണങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്, നെയിം സ്ലിപ്സ് എല്ലാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാല്ലേ ടിയ? അപ്പോൾ അങ്ങനെ ടിയ മോളെ നോക്കൂ, സ്കൂളിലോട്ട് പോവാണ്. ഫസ്റ്റ് ഡേ 2 months വെക്കേഷൻ ഓവറാണ്. ഇത്രയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും നിമിഷാൻ്റെയും നിമിഷാൻ്റെ ഹോൾ ഫാമിലിൻ്റെയും ഓൾ ദി വെരി ബെസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയും തങ്കം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നാണ്. ബൈ.